ഹലോ ആരുടെ ഇവിടെ ഓട്ടോ ഇട്ട് ഒളിച്ചു കളിക്കുന്ന ഇവിടെ അല്ല ക്ലീറ്റോ സാറിന്റെ വീട് ഇതല്ലേ? ഇതല്ല ക്ലീറ്റോയുടെ ഇവിടെ അതാ. ഓ അതാണല്ലേ. മറ്റേ മുരുകൻ സ്ഥിരം വരുന്ന മുരുകൻ ചേട്ടൻ പറഞ്ഞു വിട്ടിട്ട് വന്നത്. ഓ ശരി. തങ്കം ഒരു ഓട്ടോ നടപ്പുണ്ട്. ഞാൻ ഇറങ്ങി ബസ്സിന്റെ ഞാൻ ഇവിടെ ഇറങ്ങി. ഓട്ടോയില്ല അങ്ങോട്ട് ചെല്ലു പെണ്ണ്, നീ എന്തി കാണിച്ചു? ഓക്കെ ശരി ബസ്സിന്റെ. ഓ ഇപ്പത്തും ഓക്കെ രാവിലെ ഓട്ടോ എവിടെ? സെക്രട്ടേറിയറ്റ് പോകണം. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പിന്നെന്ത് കുഴപ്പമുണ്ടാവായിരുന്നാ മതി. അല്ല വല്ല കുഴപ്പത്തിൽ നീ ചാടി തന്നെ വിളിക്കണ്ട. വലിയ തമാശ. സെക്രട്ടേറിയറ്റില്ല, അത് സ്കൂളിലാ. എവിടെ കൊണ്ടുപോകണം? അവിടെ ഞാൻ ഉത്സവ പറമ്പിൽ കൊണ്ടുപോകണ്ടേ. മുരുക വണ്ടി എടു. മുരുക അയ്യോ ഞാൻ മുരുകനല്ല, മുരുകടെ പോയി നിതീഷ്. അങ്ങനെ ഒരു ഓട്ടോ ഉണ്ട്, അങ്ങനെ പോയി എന്നെ പറഞ്ഞു വിട്ടു. ശരി വണ്ടി മക്കളെ കൊണ്ടുപോവാ. സമ്മതിക്കില്ല. സാറേ ഞാൻ ഇറങ്ങി ഇവിടുന്ന്. ഇല്ല നേരെ ഞാൻ ഇപ്പോൾ തക്കളി സ്കൂളിൽ വിട്ടിട്ട് അവിടുന്ന് നേരെ പ്രസിഡന്റ് വീട്ടിൽ പോകും. പ്രസിഡന്റ് ഞാനും കൂടെ MLA അവിടെ പോകും. അവിടുന്ന് പിന്നെ MLA അവിടെ ഞാൻ മാത്രം നേരെ വരും സെക്രട്ടറിയുണ്ട്. അനക്സിൽ 4ൽ വന്നാൽ മതി. ഞാൻ വണ്ടി കയറി. ഓക്കെ എന്നാ ഒന്ന് വേഗം പോണുണ്ട്. എന്നാ പിന്നെ സെക്രട്ടറി ആരെ കാണാൻ പോണു? കർത്താവേ, ആങ്ങളെയും പെങ്ങളെയും കൂടെ രാവിലെ നെഗറ്റീവായിട്ട് നിൽപ്പണം. നീ കിട്ടിയ സെക്രട്ടറി ആരെ കാണാൻ പോളിയാ? ഏത് MLA? നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാലോ. വണ്ടി ഓടിക്കും. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. 13-ാം തീയതി തീരും. ഇന്നുണ്ടല്ലോ. ഇന്നുണ്ട്. അല്ല സെക്രട്ടേറിയറ്റിലാണ് പോണത്, അതുകൊണ്ടാ പറഞ്ഞേ. സെക്രട്ടേറിയറ്റിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ടാ പറഞ്ഞത്. അവക്ക് രാവിലെ പകലാണ് ക്ലാസ്, രാത്രിയല്ല. എന്റെ കർത്താവേ, എനിക്കറിയാം. ഒന്ന് വേഗം പോകോ. നീ വണ്ടി പെട്ടെന്ന്. നിനക്കിത് എന്തിന്റെ കേടാ? ചുമ്മാ അങ്ങ് ചൊറിയാൻ നിക്ക രാവിലെ. അവരങ്ങ് പൊക്കോളൂല്ലേ? ഞാൻ ചൊറിഞ്ഞല്ലേ ഉള്ളൂ, നീ മാന്തി അടത്തില്ലേ? എന്തെന്ന് പോണ്ടേ? സൗകര്യമില്ലേ? അങ്ങനെയൊക്കെയാ. ശരിക്കും പറഞ്ഞ എന്താ കാര്യം? ഞാനും എന്റെ പ്രിയ പത്നിയും കൂടി ഒരു ചെറിയ കറക്കാം. വേണമെങ്കിൽ പ്രിയ സഹോദരിയും കൂടി വരാം. കേട്ടില്ല എന്താ പറഞ്ഞ? അല്ല, ഒരു കമ്പനിക്ക് വേണമെങ്കിൽ പ്രിയ സഹോദരി വരാന്ന് പറയുന്നത്. ഞങ്ങള് ഭാര്യയും ഭർത്താവോടെ ഒന്ന് പോട്ടെ. നിന്റെ ഭർത്താവല്ലേ ഇപ്പൊ പോയത് മിനിസ്റ്ററെ കാണാൻ? എന്നാലും എനിക്ക് സഹോദരന്റെ കൂടെ പോണ പോലെ ആവില്ലല്ലോ ഭർത്താവിന്റെ കൂടെ പോകുമ്പോ. ഇനി പറഞ്ഞ് സങ്കടപ്പെടാനുള്ള പരിപാടിയാണ്. അടുത്ത ദിവസം പോവാം. ഇന്നിപ്പോ എന്തായാലും സാധനം വാങ്ങണ്ടെന്ന് പറഞ്ഞു. അടുത്ത ദിവസം